പരിശുദ്ധാത്മാവിന്റെ തന്ന ഒരാത്മീയ ദൂതിലേക്ക് പ്രവേശിക്കാം. അതിനാധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു തിരുവചസ് വായിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും തിരുവചനം തുറന്നാട്ടെ. സ്വാഗതം. ഹബക്കൂക്കിന്റെ പുസ്തകം ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. ഹബക്കൂക്ക് 2:3. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. ഈ വചനത്താൽ ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കുകയും കർത്തൃനാമം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു വാക്യം അല്ലെ? ഇനി ബൈബിള് നോക്കിയാൽ ആ വാക്യം അല്ലാതെ അതിൽ കൂടുതലൊന്നും കാണത്തില്ല. ഇനി അതിൽ കൂടുതൽ വല്ലം കിട്ടണമെങ്കിൽ എന്നെ നോക്കി. നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു വാക്യം അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? എന്നാ തിരുത്താം. എനിക്ക് വളരെ സുപരിചിതമായ വാക്യം. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ പല വിഷയങ്ങൾക്കും മറുപടി താമസിക്കുമ്പോ നമ്മള് ഹൃദയത്തിൽ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ് ദർശനത്തിനൊരു അവധി. എന്റെ വിഷയത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുമാണ്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസവും ഒരു ധൈര്യമൊക്കെ തരാറുണ്ട്. ചിലർക്ക് ഈ വാക്യം അറിയാമെങ്കിലും പുസ്തകം ഏതാ, അധ്യായം ഏതാന്ന് പറയും. വാക്യം ചിലർക്ക് ഭയങ്കര സുപരിചിതമാണ്. കാരണം നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നതാണ് വാക്യം സുപരിചിതം. ഇന്നാൾ എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത്രയും എല്ലാം പറഞ്ഞിട്ട് എന്നോട് ഇരിക്കും, പാസ്റ്ററെ അതേത് പുസ്തകത്തിലെ ഏത് അധ്യായത്തിലെ വാക്യം? ഞാൻ പറഞ്ഞ ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിലുണ്ട്. അടുത്ത ചോദ്യം, അതെവിടാ? അത് ഞാൻ പറഞ്ഞ പുസ്തകക്രമം ആദ്യം എടുക്കാൻ പറ്റാ ഫ്രണ്ടില്. അപ്പൊ അത് നോക്കി കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടു. 2-ാം അധ്യായം എടുക്കും, 3-ാം വാക്യം. അപ്പൊ പലർക്കും വാക്യം അറിയാമെങ്കിൽ ഇത് എവിടാ കിടക്കുന്നതെന്ന് നിങ്ങളുടെ മുഖം ഒന്നും വീർപ്പിക്കുന്ന ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അറിയാമെന്ന് എനിക്ക് നന്നായി സന്തോഷത്തോടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്ന. ആലിംഗനം. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം. നമുക്കറിയാം ആമോസ്, ഹബക്കൂക്ക്, അതുപോലെ സെഖരിയാവ്, ഈ പ്രവാചകന്മാരെല്ലാം അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ ദൈവത്തിനു വേണ്ടി പ്രവചിച്ച പ്രവാചകന്മാരാണ്. ഇവരുടെ പ്രവചന കാലയളവെന്ന് പറയുന്നത് അധികമൊന്നും ഇല്ലെങ്കിലും പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ ഉപയോഗിച്ച കാലഘട്ടങ്ങളെല്ലാം അവരെ അതിശക്തമായി പരിശുദ്ധാത്മാവ് നിർത്തി. ഒരുപാടൊന്നും പ്രവചിച്ചില്ലേലും
കുറച്ചേ പ്രവചിച്ചുള്ളേലും പ്രവചിച്ചതെല്ലാം വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. ആമേൻ. ഈ ഈ പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, ചരിത്രം പഠിക്കുമ്പോ അല്ലെങ്കിൽ ആ പുസ്തകം പഠിക്കുമ്പോ ഈ ഹബക്കൂക്ക് ദൈവത്തോട് രണ്ട് ചോദ്യം ചോദിച്ചു. അത് ചോദിക്കാനുള്ള കാരണം യഹൂദ ജനത്തിന്റെ പാപം അതിശക്തമായ നിലയിൽ അവര് പാപത്തിൽ ജീവിക്കുന്നു. സ്തോത്രം. ഹബക്കൂക്കിന്റെ ചോദ്യമാ ദൈവത്തോട്, എത്രത്തോളം ദൈവമേ നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു? ആമേൻ. കൽദയ ആക്രമണം ആസന്നമായിരിക്കുന്നു എന്ന് പ്രവാചകന് മനസ്സിലായി. എത്രത്തോളം ഈ ജനത്തിന്റെ പാപം, അതിക്രമം ദൈവമേ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുത്തു. യഹൂദ ജനത്തിന് വേണ്ടി ഞാൻ ഒരു വടി വെട്ടിയിട്ടുണ്ട്. ആ വടിയാണ് ബാബിലോണിയ. പാപത്തിൽ നിൽക്കുന്ന ജനത്തെ അടിക്കാൻ ദൈവം വെട്ടിയ വടിയാണ് ബാബിലോണിയ. അവരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു. സ്തോത്രം. ഉടനെ ഇത് കേട്ടപ്പോ വീണ്ടും മനസ്സിന് വ്യസനമായി. ഹബക്കൂക്കിന്റെ ചോദ്യം വീണ്ടും ദുഷ്ടത നിറഞ്ഞ ജനത്തിന്റെ കയ്യിലാണോ ഇവരെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ഓൾറെഡി യഹൂദജനം ദുഷ്ടതയിലാണ്. അവര് ചെയ്യുന്ന പാപമാണ്, അവര് ചെയ്യുന്ന അതിക്രമമാണ്. അതിന്റെ നടുവിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാർക്കാ? അതിനെക്കാട്ടിലും ദുഷ്ടമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ദൈവം ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുത്തു. അവരെ അടിക്കാൻ ഞാൻ ഒരു വടി വെട്ടിയിട്ടുണ്ട്. ആ വടിയാണ് ബാബിലോണിയ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ദൈവം മറുപടി കൊടുത്തില്ല. എന്തുകൊണ്ട് ഇവരെ തെരഞ്ഞെടുത്തു എന്നതാണ് ആ ചോദ്യത്തിന്റെ ഉള്ളടക്കം. ബാബിലോണിയെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, ഇതാ ഉള്ളടക്കം. പക്ഷെ ആ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുത്തില്ല. അതിന്റെ മറുപടിയാ 2:3 നമ്മൾ വായിച്ചു. സ്തോത്രം. നടക്കാൻ പോകുന്ന ആ ദർശനത്തിന് ഒരു അവധി ഞാൻ വെച്ചു. ആ വാക്യം എഴുതപ്പെടാനുള്ള കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അതിന്റെ സമാപ്തിയിലേക്ക് കൃത്യസമയത്ത് വെളിപ്പെടും. പ്രവാചകനെ നീ ഇപ്പോ ചെയ്യേണ്ടത്, ഹബക്കൂക്കെ നീ ഇപ്പോ ചെയ്യേണ്ടത്, അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ, 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 ആമേൻ. ഒന്നാമത്തെ ചോദ്യം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ ദൈവം മറുപടി കൊടുത്തു. ഉടനെ രണ്ടാമത്തെ ചോദ്യവുമായിട്ട് ഹബക്കൂക്ക് രംഗത്തു വന്നപ്പോൾ ദൈവം കൊടുത്ത മറുപടിയാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഞാൻ ഒരു അവധി പ്രഖ്യാപിച്ചു. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും?
മറുപടി കിട്ടാറുണ്ട് അല്ലേ? അങ്ങനെ കിട്ടിയിട്ടുള്ളവര് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പ്രാർത്ഥിച്ച് അധികം വൈകാതെ തന്നെ മറുപടി എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അല്ലേ? എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ആ സമയത്ത്. കാരണം പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം തന്നെ അല്ലെ അന്ന് തന്നെ മറുപടി. പിന്നെ ചില വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ചിലതിന് എന്ത് ചെയ്തിട്ടില്ല, മറുപടി. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല. എന്നാ കാര്യം? കഴിഞ്ഞ വിഷയത്തിന് പെട്ടെന്ന് മറുപടി കിട്ടി, ഈ വിഷയത്തിന് പ്രതീക്ഷിച്ച പോലെ മറുപടിയില്ല. ചില വിഷയത്തിന് ദൈവത്തിന്റെ ഇടപെടൽ പോലും ഇല്ല. ചില വിഷയത്തിന് ദൈവത്തിന്റെ ഇടപെടൽ പോലും ഇല്ല. അതിന്റെ അർത്ഥം നിനക്ക് മറുപടി ഇല്ലെന്നല്ല. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ചില വിഷയത്തിന് ദൈവത്തിൽ നിന്ന് മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറുപടി ഇല്ലെന്നല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു മറുപടി നിനക്കു വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാനത് തുടർന്ന് മുമ്പോട്ട് സംസാരിക്കുമ്പോൾ അത് വെളിപ്പെടുത്താം. നിനക്കൊരു മറുപടി അവൻ വെച്ചിട്ടുണ്ട്. എന്നോട് ഇന്ന് പോലെ ദൈവാത്മാവിൽ ഇടപെടുക. പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ചില വിഷയത്തിന്റെ അകത്ത് ദൈവാത്മാവിനോട് പറയുന്നു, മറുപടി നീ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, മറുപടി നീ കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ, മറുപടി നിന്റെ കരത്തിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ദൈവം അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ദൈവം അത് ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. വളരെ പ്രാർത്ഥനയോടിരിക്കണം പ്രിയമുള്ളവരെ. ഒന്നാമത്തെ വിഷയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ഇടപെടൽ ഹബക്കൂക്കിനുണ്ടായപ്പോൾ, രണ്ടാമത്തെ വിഷയത്തിൽ ദൈവം പറഞ്ഞത് കാത്തിരിക്കാനാണ്. നമ്മുടെ വിഷയവും അതാ, കാത്തിരിപ്പ്. പണ്ടൊക്കെ ഒരുപാട് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു അല്ലേ? അത് കൂടിയിട്ടുള്ള എത്ര പേരുണ്ട്? കാത്തിരിപ്പ് യോഗം കൂടിയിട്ടുള്ളവർക്കറിയാം. ഒത്തിരി കാത്തിരിപ്പ് യോഗം പണ്ട്. ഇന്ന് യോഗമുണ്ട്, കാത്തിരിപ്പില്ല. ഇഷ്ടം പോലെ യോഗം, എങ്ങോട്ട് തിരിഞ്ഞാലും യോഗമാണ്. യോഗത്തിന് പോയി ഒരു യോഗമായിരിക്കുക. സ്വോത്രം. എങ്ങോട്ട് തിരിഞ്ഞാലും എന്താ? യോഗമാ. ഇപ്പം യോഗത്തിന്റെ ബഹളമാ. കാരണം കൺവെൻഷൻ സമയത്തെ ഇഷ്ടം പോലെ യോഗമാണ്. പക്ഷേ യോഗമുണ്ട്, ഇപ്പൊ കാത്തിരിപ്പ്. സ്തോത്രം. ഞാനിവിടെ ഒരു പ്രാവശ്യം നടത്തിയാൽ അന്ന് കുറെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. അത് വലിയൊരു അനുഗ്രഹമാണ്. ഏകദേശം വെളുപ്പിനെ വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. സൂമിലും കുറെ സന്തോഷം. കർത്താവ് അനുവദിച്ച നമുക്ക് ചെയ്യാം. കാത്തിരിപ്പാണ് നമ്മുടെ വിഷയം. ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടിക്ക് കാത്തിരിക്കണമെന്ന് ദൈവം സംസാരിച്ചപ്പോ ഹബക്കൂക്കിനെ അതിനായിട്ട് ഒരുക്കിയത് എന്താന്ന് ചോദിച്ചാൽ വിശ്വാസമാണ്.
ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. പല വിഷയത്തിലും നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പല വിഷയത്തിലും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്, പല വിഷയത്തിലും ഇപ്പോഴും നമ്മുടെ മനസ്സ് മടുക്കാത്തത്, ആ വിഷയത്തിന്റെ അകത്ത് നമുക്കൊരു വിശ്വാസം. എത്ര പേർക്കുണ്ടത്? ഹബക്കൂക്കിന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു. ഹബക്കൂക്കിന്റെ വിശ്വാസം വേറൊന്നുമല്ല. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമാകുന്ന മറുപടി എനിക്ക് തന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ഒരു കാത്തിരിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് വെളിപ്പെടുത്തുമെന്നുള്ള ഒരാഴമേറിയ വിശ്വാസം ഹബക്കൂക്കിന്റെ അകത്തുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പാപം നമ്മളെ നാശത്തിലേക്ക് നയിക്കുമ്പോൾ വിശ്വാസം നമ്മളെ ആത്മീയതയിലേക്ക് നയിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? കാത്തിരിപ്പാണ് വിഷയം. ഹബക്കൂക്കേ, ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുവാൻ നിനക്ക് പ്രചോദനം നൽകിയത് എന്താന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? എന്നെ ശ്രദ്ധിച്ചിരുന്നേ, നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഉണ്ടെന്നില്ലല്ലോ. നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ക്രിസ്റ്റി, നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? അതവിടെ ഇരിക്കട്ടെ. സ്വോത്രം. ഞാൻ അതല്ല, ഒരു നമ്മളൊരു വിഷയത്തിന് അല്ലെ ഒരു കാര്യത്തിന് കാത്തിരിക്കുന്ന എന്തിനു? അപ്പോട്ട് ഞാൻ തന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരവൊക്കെ ശരിയാ. കാണാത്തൊരു വിഷയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടോ? സ്വോത്രം. ഇന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഇടയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇനി ഇന്ന് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവര് വരുന്നത് വരെ എന്റെ മനസ്സിൽ ഒരു കാത്തിരിപ്പുണ്ട്. അല്ലേ? അല്ലേ? ഇവര് വന്ന് ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ കാണുന്നതിനെയല്ല, കാണാത്തതിനെയാ നമ്മൾ കാത്തിരിക്കുന്നത്. അത് തന്നെ കർത്താവിന്റെ വരവ്. സ്തോത്രം. അപ്പൊ കാണാത്തതിനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഇരിക്കുന്നതിനെയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ദൈവവചനം പഠിക്കണം, അതിനെ ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. ആ കാത്തിരിപ്പിൽ നിന്നെ ബലപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന, ആ കാത്തിരിപ്പിൽ നിനക്ക് മടുപ്പ് വരുത്താത്ത ഘടകമാണ് വിശ്വാസം. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. ആ കാത്തിരിപ്പിൽ നമ്മളെ സ്ട്രോങ് ആക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്നാണ് വിശ്വാസം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാത്തിരുന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ വിശ്വാസം ഇല്ലാതായാൽ
നിന്റെ കാത്തിരിപ്പില്ലാതാകുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പിശാചാകുന്നവൻ ശ്രമിക്കുമെന്നുള്ളതിന് ഹല്ലേലൂയ ഒരു മറ സൈഡില്ല. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിനോട് ഇടപെട്ടു. ചില വിഷയത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുടെ വിശ്വാസത്തെ കോട്ടിക്കളയത്തക്കവണ്ണം പോരാടുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ആ ദൂരേറ്റെടുത്ത് അത് പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ കാത്തിരിപ്പിനെ മുന്നോട്ട് നയിക്കത്തക്കവണ്ണം ഒരു വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് വിശ്വാസം അതിശക്തമായില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വളർന്ന് ആ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല. ആ കാത്തിരിപ്പിൽ നീ നിലനിൽക്കുമെന്ന് മനസ്സിലാക്കി നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്നത്തെ ആരാധനയിൽ അഴിഞ്ഞു മാറട്ടെ. ആ വെളിപ്പാട് അകത്തു കയറുന്ന എത്ര പേരുണ്ട്? ആ വെളിപ്പാട് അകത്തു കയറുന്ന എത്ര പേരുണ്ട്? ആ വെളിപ്പാട് ഇന്നവകൾ നിന്റെ വിശ്വാസത്തിനെതിരെ ശത്രു പോരാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തു നിന്ന് നിന്നെ അവന് മാറ്റണം. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തു നിന്ന് നിന്റെ കാത്തിരിപ്പിനെ അവന് മാറ്റണം. ആത്മാവ് ശക്തമായ ഇടപെടുക. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചില വിഷയത്തിന്റെ അകത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ നാട്ടിലേക്ക് നിന്റെ വിശ്വാസത്തെ ശ്രമിക്കുന്ന പൈശാചികളുടെ പദ്ധതി വിശ്വാസത്തിന്റെ തീഷ്ണത വിശ്വാസത്തിന്റെ തീഷ്ണത ചിലപ്പോൾ രോഗമുണ്ടായിരിക്കുക, ചിലപ്പോൾ ദോഷപ്പെട്ടിരിക്കുക, ചിലപ്പോൾ വിഷയങ്ങളിരിക്കാം. വിശ്വാസത്തിന്റെ കാണപ്പെടുത്തണം. നിന്റെ വിശ്വാസത്തിന്റെ പുനരുദ്ധരണം എങ്ങനെയാണെന്നറിയാമോ? നീ കാത്തിരിക്കുന്ന നീ കാത്തിരിക്കുന്ന നീ കാത്തിരിക്കുന്ന പട്ടിണികളെക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും. അവരറിയാം. ഇന്ന് പകൽ എവിടെയാ നിൽക്കുന്ന മറിച്ച് നിന്റെ വിശ്വാസത്തെ വളർത്തുന്ന ദൂരങ്ങളുണ്ട്. നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ദൂരങ്ങൾ ഭാവിക്കുന്നത്. വിശ്വാസം വിശ്വാസത്തെ നിന്റെ ശരീരത്തോട് പോരാടി സാധിക്കൊണ്ടിരിക്കുക, സമ്പത്തൊക്കെടുക്കുക,
വിശ്വാസത്തെ പഠിപ്പിക്കുക. നീ കാത്തിരിക്കുന്ന നിന്റെ ശ്രദ്ധയെ മാറ്റി അതിലേക്ക് അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ അറിയുന്നു. ഇന്ന് ചിലരുടെ വിശ്വാസം പ്രകാശിക്കുന്നതിനെ കാണുക. ചിലരുടെ വിശ്വാസം കത്തുന്നതിനെ കാണുക. ചിലരുടെ വിശ്വാസം എന്റെ ദൈവം പടയുന്നതിനെ കാണുക. പടയിറങ്ങിവന്നാലും മരക്കുറിഞ്ഞു വന്നാലും ഞാൻ വീഴത്തില്ല. വിശ്വാസം വിശ്വസിക്കുന്ന നീ ദൈവം അനുവദിക്കുക. ചിലരുടെ വിശ്വാസത്തെ ദൈവം ആളിക്കത്തിക്കുക. പള്ളിയിൽ പോയത് കൊണ്ട് വിശ്വാസമായില്ല, പാട്ടുപാടി കൊണ്ട് വിശ്വാസമായില്ല, ബൈബിള് വായിച്ചുകൊണ്ട് മാത്രം വിശ്വാസമായില്ല. ഇതൊക്കെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നിന്റെ വിശ്വാസം പിശാച് പല തന്ത്രങ്ങൾ ഒരുങ്ങി തണുപ്പിക്കുന്നു. അതിനെ ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് പണിതുകൊണ്ടിരിക്കുക. ഞാനത് ആത്മാവിൽ കാണുന്നുണ്ട്. തണുത്ത ചില വിശ്വാസം ഇന്ന് ചൂട് പിടിക്കും. പൊളിഞ്ഞ ചില വിശ്വാസം ഇന്ന് ദൈവം പണിയും. ഉറപ്പിക്കേണ്ട ചില വിശ്വാസം ദൈവം ഉറപ്പിക്കും. എവിടെയെങ്കിലും വിശ്വാസം, ഹല്ലേലൂയ, എവിടെയെങ്കിലും നിന്റെ വിശ്വാസത്തിന് ഒരിളക്കം തട്ടുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിന്റെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മറുചോദ്യങ്ങൾ നിന്റെ അകത്ത് വരുന്നുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ, അവരിന്നോടെ ഈ ദൂതിന്റെ മുന്നിൽ സമർപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്തെ പണയണേ. സാഹചര്യം കൊണ്ടുവന്നാലും നീ ഏതെങ്കിലും അവസ്ഥയിലൂടെ നടത്തിവിട്ടാലും നീ എപ്പോഴും എന്റെ വിശ്വാസത്തെ എന്റെ വിശ്വാസത്തെ നിങ്ങൾ അനുവദിക്കും. സ്തോത്രം. അതിൽ രണ്ട് മർമ്മമുണ്ട്. ഒന്ന്, വിശ്വാസം തണുത്താൽ കാത്തിരിപ്പ് മുടങ്ങും. വിശ്വാസം തണുത്തും പിന്നെ ആ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട പോലെ ഇരിക്കുന്നില്ല. അതൊരു വശം. മറുവശം, കാത്തിരുന്ന് മടുത്താലും വിശ്വാസം കുറയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം കുറഞ്ഞാൽ കാത്തിരിപ്പ് മടുക്കും. കാത്തിരിപ്പ് മടുത്താലും വിശ്വാസം. ചില വിഷയത്തിനൊക്കെ കാത്തിരുന്നിട്ട് ഇനി ഞാനങ്ങ് പ്രാർത്ഥിക്കാനും ഉപസിക്കാനും ഞാൻ എന്ന് പറഞ്ഞ എത്രയോ പേരും ഇതിനകത്ത് തന്നെ ചിലപ്പം ഇരിപ്പുണ്ടായിരിക്കാം.
സ്വോത്രം. നമ്മൾ എത്ര വട്ടം ചിലവ് പറഞ്ഞു കാണും, കാത്തിരുന്ന് മടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് ഈ പുസ്തകം എഴുതുമ്പോ പരാതിയിലും സംശയത്തിലും ഒക്കെ എഴുതി. തുടക്കം എന്താ ദൈവം കാണാത്ത, എന്താ ദൈവം ചെയ്യാത്ത, പറഞ്ഞ കാര്യം അതെങ്ങനാ സംഭവിക്കുന്നത്, ആ എടുത്ത തീരുമാനം ശരിയാണോ, ഇങ്ങനെ പരാതിയിലും സംശയത്തിലുമാ ഹബക്കൂക്ക് തുടങ്ങിയത്. പക്ഷെ ഹബക്കൂക്ക് നിർത്തുന്നത് വിശ്വാസത്തിലും പൂർണ്ണ ദൃഢതയിലും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തുടങ്ങിയത് സംശയത്തിലും പരാതിയിലും ഒക്കെയാ തുടങ്ങിയത്, പക്ഷെ നിർത്തിയത് വിശ്വാസത്തിലും പൂർണ്ണ ദൃഢതയിലും. തെളിവിനൊരു വാക്യം വേണം, വായിച്ചു. 3-ാം അധ്യായം 17, 18, 19 ഒന്ന് വായിച്ചു. 3:17, 18, 19 ലാസ്റ്റ്. ബൈബിൾ അടച്ചോ? ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ശ്രദ്ധിച്ചോ, ഇതാ പറഞ്ഞേ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിച്ചു, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാകും. ഉന്നതിന്മേൽ എന്നെ നടക്കുമാറാകും. ആമേൻ. കര ഉയർത്തി ഒന്ന് സ്തുതിക്കാം. പരാതിയിലും സംശയത്തിലും തുടങ്ങിയ ഹബക്കൂക്ക് വിശ്വാസത്തിലും ദൃഢനിശ്ചയത്തിലുമാണ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഇതാണ് കാത്തിരിപ്പിന്റെ പവർ. ആമേൻ. ഇനി എന്റെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരെന്ന് കൈവന്നില്ലേ? ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ കൈവന്നു. എല്ലാരും പ്രാർത്ഥിക്കുന്നവർ. അപ്പൊ അതിനർത്ഥം എല്ലാം കിട്ടിയ എല്ലാരും ഇവിടെ ഇല്ല. എന്തൊക്കെയോ കിട്ടാനുണ്ട്. സ്വതന്ത്രം എന്തൊക്കെയോ പ്രാപിക്കാനുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നമ്മളെല്ലാവരും പല വിഷയത്തിന്, പല വാക്തത്വങ്ങൾക്ക്, പല ആലോചനകൾക്ക്, പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്പർ 1, നമ്മൾ വായിച്ച വാക്യത്തിൽ 2:3 സ്തോത്രം ഒന്ന് വായിച്ചു. അത് വൈകിയാൽ ആ വാക്കാണ് എന്ന് വെച്ചാൽ, ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇടപെട്ടാൽ, കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ആ കാത്തിരിപ്പിനൊരു സമയമെടുക്കും. പറഞ്ഞ മനസ്സിലായോ? കാത്തിരിപ്പിന് ഒരു സമയം. ധൃതി കൂട്ടുന്നവർക്കൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തിരക്ക് കൂട്ടി, ധൃതി കൂട്ടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം എന്ന് ചിന്തിക്കുന്ന മനോഭാവം ഉള്ളവരോട് ഞാൻ പറയാം, നടക്കത്തില്ല. സ്തോത്രം.
ചിലരുണ്ടല്ലോ വന്നിരുന്ന ഉടനെ എന്നോട് ദൈവം പറ, എന്നോട് ദൈവം. ഇനി ഒരു പക്ഷെ സംസാരിച്ചില്ലെങ്കിൽ എന്നാ പറയും? ആ വന്ന പുള്ളിക്ക് വലിയ കൃപയൊന്നും, അല്ലെ ആ പ്രസംഗിച്ചാൾക്ക് വലിയ കൃപയൊന്നും. ചിലര് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ അവരോട് എന്തേലുമൊക്കെ ദൂറ് പറഞ്ഞില്ലേ അവർക്കൊരു സന്തോഷം. സ്തോത്രം, അല്ലേ? ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ഇടപെടാൻ പ്രാർത്ഥിക്കരുത്. നമ്മൾ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ എന്നോട് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായി? സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയമല്ല പ്രധാനം, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം തിരക്ക് കൂട്ടി ധൃതി കൂട്ടി പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മനോഭാവം ഇന്ന് പകൽ എന്ത് ചെയ്യണം? മാറ്റണം. അവിടെ പറയുക, ദർശനത്തിന് ഞാൻ ഒരു അവധി എന്ത് ചെയ്യുന്നു? വച്ചിരിക്കുന്നു. ദർശനത്തിന് ഞാൻ ഒരു അവധി വച്ചിരിക്കുന്നു. അർത്ഥം, ഒരു സമയം ദൈവം നിശ്ചയിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദർശനത്തിനൊരവധി എന്ത് ചെയ്യുന്നു? വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു സമയം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. സമയമെടുക്കുമെന്ന് പറയുന്നതിന് മുമ്പാണ് ദൈവം ഇടപെട്ടത്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നീ ചോദിച്ച പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് വെളിപ്പെടാത്തൊരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെയാണ് അവധി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ക്രിസ്മസിന് ഈ പ്രാവശ്യം നേരത്തെ കുഞ്ഞുങ്ങൾക്ക് അവധി കൊടുത്തു, നേരത്തെ ക്ലാസ് തുടങ്ങി. അപ്പം ക്രിസ്മസിന് അവധി ഉണ്ടെന്ന് അവർക്കറിയാം, അല്ലേ? അവധി ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഡേറ്റ് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെട്ടപ്പോഴാണ് അവർക്ക് ഡേറ്റ് മനസ്സിലായത്, ഇന്ന ദിവസം മുതൽ ഇന്ന സമയം. പക്ഷേ അതിനു മുമ്പേ ഒരു കാര്യം മനസ്സിലായി, ക്രിസ്മസിന് ഞങ്ങൾക്ക് ഒരു അവധി ഉണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ദർശനത്തിന് സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് സമയമെടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അതിന്റെ അകത്ത് ഒരു അവധി വെച്ചിട്ടുണ്ട്. ആമേൻ. അവധി വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെളിപ്പെടാത്തൊരു ഡേറ്റ് അതിന്റെ അകത്ത് ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. വെളിപ്പെടുത്താത്തൊരു സമയം ദൈവം അതിന്റെ അകത്ത് നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കട്ടെ. എന്ന് പറഞ്ഞാൽ, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ, ദൈവം ചിലത് നിശ്ചയിച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ്
എന്നോട് ഇടപെട്ട ഒരു ദൈവശബ്ദമാണ്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ ചിലത് വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ വെളിപ്പെടാനുള്ള സമയവും കാലവും തീയതിയും ദൈവം നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ പ്രത്യക്ഷമായി ചിലത് ദൈവം വെളിപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. എന്നാൽ ആത്മാവ് അത് വെളിപ്പെടുന്ന സമയവും അത് വെളിപ്പെടുന്ന നാടുകളും അത് വെളിപ്പെടുന്ന കാലവും അത് വെളിപ്പെടേണ്ട ഇടവും അത് വെളിപ്പെടേണ്ട നിലയിൽ വെളിപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. ചില വിഷയത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധ വിശ്വസിക്കുന്നവരെ വെളിപ്പെടുത്തേ, വിശ്വസിക്കുന്നവരെ സംഭവിക്കട്ടെ, വിശ്വസിക്കുന്നവരെ സംഭവിക്കട്ടെ, വിശ്വസിക്കുന്നവരെ വെളിപ്പെടുത്തേ, വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവരുടെ അത് വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവാത്മാവ് സംസാരിക്കുന്നത് അതിന്റെ അകത്തൊരു വിടുതലില്ലെന്നല്ല, അതിന്റെ അകത്തൊരു മറുപടി ഇല്ലെന്നല്ല, അതിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഇല്ലെന്നല്ല. ഒരു സമയം വിളിച്ചിരിക്കുന്നേ. ഓ കൃപ 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 ഇന്ന മകൻ ഓ പ്രാർത്ഥിക്കുന്ന ചിലരുടെ അകത്ത് ഈ വചനത്തിന്റെ ദൂത് പ്രകാശത്തിനെ കാണുക, പ്രകാശിക്കുന്നതിനെ കാണുക. നിന്റെ ജീവിതത്തിൽ ഇന്നവന്റെ ജീവിതത്തോട് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ച ചില വിഷയത്തിൽ ദൈവത്തെ ആവതി ദൈവം വെളിപ്പെടുത്തുമെന്നോ ദൈവം വെളിപ്പെടുത്തുമെന്നോ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ദൂത് പറയുമ്പോൾ ആരാധിക്കാതെ ദൂത് കേട്ടിട്ട് ആരാധിക്കണം. വിഷയത്തിന് പലപ്പോഴും വിടുതൽ കിട്ടാത്തതിനാന്നറിയാമോ? ദൂത് പറയുമ്പോൾ ആരാധിക്കും, ദൂത് പറഞ്ഞു തീരുമ്പോൾ ആരാധന തീരും. അതുകൊണ്ടാ വിടുതലില്ലാത്ത. ദൂത് പറയുമ്പോൾ അത് കേൾക്കണം, കേട്ട് ദൂത് പറഞ്ഞു നിർത്തുമ്പോൾ ആരാധിച്ചത് പ്രാപിക്കണം. ഇതൊക്കെ എന്നാ പഠിക്കുന്നേ? ഇത്രയും വർഷം വന്നിട്ട് എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? ക്രൈസ്തലോട് ഹല്ലേലൂയ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്നവക ചിലരോട് ശക്തമായി പറയുന്ന വെളിപ്പാട്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അവധി വെളിപ്പെടാൻ പോകുകയാ. ദൈവം വെച്ചിരിക്കുന്ന അവധി വെളിപ്പെടാൻ പോകുകയാ. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യെസ്. ചിലരോട് ആ ദൂതിനെ കാണുക, ചിലരോട് ആ ദൂതിനെ ഇടപെടുക, ചിലരോട് ആ Yes, 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 very good. Very good. Very good.
ക്ഷീണിച്ച് പോകാതെ, വളർന്നു പോകാതെ, ക്ഷീണിച്ച് പോകാതെ, വളർന്നു പോകാതെ നമുക്ക് ഭാവിക്കാൻ പോകുന്നത്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. കാത്തിരിപ്പിന്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞ സമയമെടുക്കും. ദാനിയേൽ 21 ദിവസം ഉപവാസം ഇരുന്നു. ഉപവാസം ഇരുന്നിട്ട് ഒന്നാമത്തെ ദിവസം വിഷയം സ്വർഗത്തിലേക്ക് കൊടുത്തു. ഒന്നാമത്തെ ദിവസം കൊടുത്ത വിഷയത്തിന്റെ മറുപടി ദൈവം ദാനിയേലിന് അയച്ചു. എന്നാൽ ദാനിയേലിൽ എത്താതെ വണ്ണം പൈശാചിക മണ്ഡലം അതിനെ തടഞ്ഞു. ദാനിയേൽ ഇത് അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ദാനിയേലിന്റെ മറുപടി പൈശാചിക തലം തടഞ്ഞത് ദാനിയേൽ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദാനിയേൽ ഒരു തീരുമാനമെടുത്തിരുന്നു. മറുപടി കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എഴുതുകയുള്ളൂ. ആമേൻ, 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 ആമേൻ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? മറുപടി അയച്ചത് പിശാച് തടഞ്ഞത് ദാനിയേൽ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദാനിയേൽ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ വെച്ച വിഷയത്തിന്റെ മറുപടി എന്റെ കരത്തിൽ വരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. എന്റെ കാത്തിരിപ്പ് ഞാൻ അവസാനിപ്പിക്കത്തില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഇന്നവകൽ ആത്മാവ് ഇടപെടുക. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ മറുപടി, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ മറുപടി ഏതൊക്കെ ശക്തികൾ തടഞ്ഞാലും അതിന്റെ നടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിക്കാത്ത ഒരു വിശ്വാസവും പ്രാർത്ഥനയും നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ഏതൊക്കെ ശക്തി അതിനെ തടഞ്ഞാലും അതിനെ ഒഴിവാക്കി നിന്റെ മറുപടി നിന്റെ കരത്തിൽ എത്തിക്കാൻ ദൈവം വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി?
ഞാൻ ആ വചനം പ്രാർത്ഥനാമുറിയിൽ ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഓടി വന്നൊരു വെളിപ്പാടിതായിരുന്നു. ഇന്ന് വരെ എനിക്ക് ആ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ദൈവവചനം അങ്ങനെ ഓരോ പ്രാവശ്യം പുതിയ പുതിയ വെളിപ്പാട് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, പാർശ്വപ്രഭുവിന്റെ ശക്തി തടഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ ശത്രു ആ മേഖലകളെ തടഞ്ഞെങ്കിലും ദൈവം നോക്കിയത് ദാനിയേലിന്റെ കാത്തിരിപ്പ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവം നോക്കിയ ദാനിയേലിന്റെ കാത്തിരിപ്പ്. ഒരു വശത്ത് ശത്രു തടഞ്ഞിട്ടുണ്ട്. ദാനിയേലിന് അത് അറിവുണ്ടോന്ന് അറിയില്ല, പക്ഷെ ദൈവത്തിന് അറിയാം. പക്ഷേ ദാനിയേലിന്റെ കാത്തിരിപ്പ് കണ്ടപ്പോൾ ദൈവത്തിന് ദൂതനെ വിടാതിരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അർത്ഥം, ശത്രുവിനെ കണ്ടിട്ട് പ്രവർത്തിക്കുകയല്ല, മറിച്ച് നിന്റെ കാത്തിരിപ്പ് കണ്ട് ദൈവം പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അല്ലെങ്കിൽ അതിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചികത്തിന്റെ ബലം കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്, മറിച്ച് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചികത്തിന്റെ ബലം കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്, മറിച്ച് അതിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മനസ്സ് കണ്ട് ദൈവം പ്രവർത്തിക്കണം. അങ്ങനെ ചില പ്രവർത്തികൾ
വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മരണത്തിന്റെ വെളിപ്പാടിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവരെ വ്യാപരിക്കട്ടെ. ഇവരെ വ്യാപരിക്കട്ടെ. Yes. Yes. Lord, right to mercy. We call on God mercy. We call on God. Yes, പ്രിയപ്പെട്ടവരെ, സമയമെടുത്താലും സാരമില്ല. ഞാൻ ദൈവസന്നിധിയിൽ കൊടുത്ത വിഷയത്തിന്റെ തക്കതായ മറുപടി വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ദാനിയേലിന്റെ സമർപ്പണം കണ്ടു. ആ സമർപ്പണം കണ്ടിട്ട് ദൈവം ദൂതനെ അയച്ചു. ശത്രുവിന്റെ ബലം കണ്ടിട്ടല്ല, ദാനിയേലിന്റെ സമർപ്പണം കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി
അവൻ മറുപടിക്ക് അർഹനാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അവന്റെ സമർപ്പണവും പ്രാർത്ഥനയും കണ്ടപ്പോൾ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. അവൻ ചോദിച്ച വിഷയത്തിന് ആ മറുപടിക്ക് അവൻ അർഹനാണ്. അർഹതയുള്ള ചിലർക്ക് ഇന്ന് പകൽ പ്രാപിക്കാനുള്ള സമയമായി. ഇനി ഞാൻ ഒരു മർമ്മം കൂടെ പറയാം. പ്രാർത്ഥന വിഷയമായി കൈമാറിയ, പ്രാർത്ഥന വിഷയം കൊടുത്ത ദാനിയേലിനോട് അത് പോരാടി. സ്വതന്ത്രം. ദാനിയേലിന് മറുപടി അയച്ച ദൈവത്തോടും അത് പോരാടിയില്ല. പിന്നെ പോരാടിയത് എവിടാ? മറുപടിയോടാ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥനാ വിഷയം കൈമാറിയ ദാനിയേലിനോട് പോരാടിയില്ല. സ്വതന്ത്രം. മറുപടി കൊടുത്ത ദൈവത്തോടും അത് പോരാടിയില്ല. മറിച്ച് ആ മറുപടിയാ തടഞ്ഞ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ നിനക്ക് യഥാർത്ഥ സമർപ്പണവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിന്നോടത് പോരാടില്ല. രണ്ട്, നിനക്ക് മറുപടി തരുന്ന ദൈവത്തോടും അത് പോരാടില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു പറയുന്നു, നിന്നോടും ദൈവത്തോടും പോരാടാത്ത വിഷയം, നിന്റെ വിഷയം, അതിന്റെ മറുപടി നിന്റെ കരത്തിൽ വരും. എത്ര നടന്നാലും വരും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിന്നോടും നിന്റെ ദൈവത്തോടും പോരാടാതെ മറുപടിയോട് പോരാടുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് ആത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നീ കാത്തിരുന്നു പ്രാർത്ഥിച്ചോ. അതിന്റെ അകത്ത് നിനക്കൊരു വിടുതലുണ്ട്. അതിന്റെ അകത്ത് നിനക്കൊരു വിടുതലുണ്ട്. നിന്നോട് നിന്റെ ദൈവത്തോട് പോരാടാതെ നിന്റെ മറുപടിയോട് പോരാടുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു Yes. Oh. Oh. Amen. സ്തോത്രം. ഹല്ലേലൂയ. ആ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലായി? ആ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലായി? കാത്തിരിപ്പെന്ന് പറയുന്നത് സമയമെടുക്കും. പക്ഷേ നീ തിരക്ക് കൂട്ടരുത്, നീ ധൃതി കാണിക്കരുത്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധി അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ ശത്രുവിന്റെ ബലം ദൈവം നോക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. നിന്നോടും ദൈവത്തോടും അത് പോരാടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോ, അധിക നാൾ അതിനെ തടയാൻ കഴിയത്തില്ല. അധിക നാൾ അതിനെ തടയാൻ കഴിയത്തില്ല. അത് ദൈവം നിന്റെ കരത്തിലെത്തി. അപ്പോൾ കാത്തിരിക്കുന്നവർ മനസ്സിലാകേണ്ട ഒന്നാമത്തെ കാര്യം, ചില കാത്തിരിപ്പിന് എന്തുണ്ട്? സമയം എടുക്കും. അതിനൊരു സമയം, ആ സമയം തെറ്റുന്ന സമയം. രണ്ട്, കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഏകാന്തതയിലാണ് ഈ കാത്തിരിപ്പിന്റെ കൂടുതൽ പ്രവർത്തനം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. ദാനിയേൽ അങ്ങനെ ആയിരുന്നു, ഏകാന്തതയിൽ. അതിനൊരു തെളിവ് നമുക്കൊന്ന് വായിക്കാം. 2:1 വായിച്ചു. ഹബക്കുക്ക് തന്നെ പറയുന്നുണ്ട് 2:1. മതി. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ. കേട്ടോ, ദൈവ ശബ്ദം കേൾക്കുന്ന ഹബക്കുക്ക് പറയാം, ഞാൻ കൊത്തളങ്ങളിൽ
കാവൽ. ഈ കൊത്തളം എന്ന് പറഞ്ഞാൽ ഈ കാവൽക്കാര് സുരക്ഷിതമായി അവരെ തന്നെ നിർത്താനുള്ള ഒരിടമാണ് ഈ കൊത്തളം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ കോട്ടയുടെ, അവരെ കാവൽ കോട്ടയുടെ മുകളിൽ ഒരു മണ്ഡപം പോലെ പണി. അവിടെയാണ് ഈ കാവൽക്കാർ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവരവിടെ നിൽക്കുമ്പോൾ ശത്രു വരുന്നത് അവർക്ക് കാണാം. രണ്ട്, വരുന്ന ശത്രുവിനെ അവർക്ക് തടയാം. പറഞ്ഞ മനസ്സിലായോ? ഇതിനാണ് കൊത്തളങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. അതാണ് ഹബക്കൂക്ക് അവിടെ പറയുന്നത്, കൊത്തളങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, ദർശനത്തിന് ദൈവം എന്നോട് പറഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയത്തിന്റെ നടുവിൽ ഞാൻ കാവൽ നിൽക്കും. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? നമ്മളെല്ലാരും പറയാറുണ്ട്, നമ്മൾ ആരാ? ദേശത്തിന്റെ കാവൽക്കാരാ. ഉറക്കത്തിന് ഒരു കുറവും ഇല്ലതാനും. പോട്ടെ, ശ്രോത്ര, നമ്മളെല്ലാരും ദേശത്തിന്റെ കാവൽക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കൊത്തളങ്ങളിൽ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആ വ്യക്തി സാമാന്യ ജനത്തിന്റെ നടുവിലല്ല, അവൻ തനിച്ച് മാറി, ഹല്ലേലൂയ, ഈ കോട്ടയുടെ മുകളിൽ പണിതിരിക്കുന്ന മണ്ഡപത്തിൽ അവൻ തനിച്ചായിരിക്കുന്നേ. അവനൊരു ഉത്തരവാദിത്വം എന്ന് വെച്ചാ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാവൽക്കാരൻ ഇരിക്കുന്നത് പോലെ, ശത്രു വന്നാൽ അതിനെ തടയാൻ കാവൽക്കാരൻ ഇരിക്കുന്നത് പോലെ, മനസ്സിലായോ? അങ്ങനാണെന്നല്ല, അതുപോലെ നീ ദൈവ ശബ്ദത്തിന് കാതു കൂർപ്പിച്ചു ദൈവത്തിന്റെ പ്രവർത്തിക്ക് കണ്ണ് ചിമ്മാതെ കാത്തിരിക്കണം. അതാ അതിന്റെ അർത്ഥം. ഇത് നടക്കുന്നത് ഏകാന്തതയിൽ. മനസ്സിലാവുന്നുണ്ട്? ഏകാന്തതയിലാണ് ഈ പ്രവർത്തനം സംഭവിക്കുന്നത്. കാത്തിരുന്ന്, ഈ കാത്തിരിപ്പ് യോഗം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അത് കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് രാത്രിയുടെ, എന്തിനാ? ആ സമയത്ത് ഒരു ഏകാന്തത, കോൺസെൻട്രേഷനോടെ പ്രാർത്ഥിക്കാം, അല്ലേ? മറ്റ് ശല്യങ്ങളൊന്നും ഇല്ല. ഏകാന്തതയുള്ള ഒരു പ്രവർത്തനമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ ഈ കാത്തിരിപ്പ് ഏകാന്തതയുടെ നടുവിലുള്ള പ്രവർത്തനമാണെന്ന് വെളിപ്പെടുത്താൻ കാര്യം, ഒരു കാവൽക്കാരൻ കൊത്തളങ്ങളിൽ എങ്ങനെയാണോ തന്റെ രാജ്യത്തിനു വേണ്ടി കാവൽ നിൽക്കുന്നത്, അതുപോലെ നീ. സ്തോത്രം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ തകർക്കാൻ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഓ, കൃപ. ആമേൻ, ആമേൻ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തകർക്കാൻ ശത്രുതയും നിശ്ചയമായിട്ട് വരുന്നത്. പലരും ഉറങ്ങുമ്പോഴും വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പ അവരോട് ശത്രു പോരാടും. സ്തോത്രം, സ്തോത്രം. എന്റെ ഒരു സ്നേഹിതൻ ദൈവദാസൻ ഒരു കുടുംബത്തിന്റെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം 1-ാം ദിവസം പോയി പ്രാർത്ഥിച്ചു. ശക്തമായ വിടുതൽ നടന്നു. 2-ാം ദിവസവും അതിന്റെ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മതിൽക്കെട്ടിന്റെ അടുത്ത് ബ്രഷ് ചെയ്ത് നിന്ന് പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിന്ന വഴി ഒരുങ്ങി പോകാൻ നിൽക്കുക.
അവിടെ നിന്ന വഴിക്ക് പെട്ടെന്നൊരു കല്ല് ചവിട്ടി കല്ല് ഉരുണ്ടുപോയി. ആ ഏടിയുടെ മുകളിൽ നിന്ന് താഴെ റോഡി. കൃപയാൽ തലയൊന്നും അടിച്ചില്ല, പക്ഷെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് ശത്രു പോരാടും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് കുടുംബത്തിലാണേലും സഭയിലാണേലും ദേശത്താണേലും എല്ലാം അങ്ങനെ. ഹല്ലേലൂയ. അപ്പോൾ നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശത്രു വരുന്ന വഴികളെ നീ മനസ്സിലാക്കും. അതെ, അതിനാണ് ഹബക്കൂക്ക് എഴുതിയത്, കൊത്തളങ്ങളിൽ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ. ആ ഉദാഹരണം എടുത്തു കാണിച്ച് അതുകൊണ്ടാ ഇന്ന് പകൽ എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്. കാത്തിരുന്ന് ചില വിഷയത്തിന് വേണ്ടി ഏകാന്തതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതരാണോ നീ? നിന്നോട് പോരാടാൻ ശത്രുവുണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പക്ഷേ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ആ കോട്ടയുടെ മുകളിൽ ഒരു മണ്ഡപം പണിത് കാവൽ ഭടനെ ഒളിപ്പിക്കുന്നത് പോലെ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. കോട്ടയുടെ മുകളിൽ ഒരു മണ്ഡപം ഉണ്ടാക്കി കാവൽ നിൽക്കുന്നവനെ ശത്രു കാണാതെ ഒളിപ്പിക്കുന്നത് പോലെ നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കാത്തിരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്ന, നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് ദൈവത്തിന്റെ ശക്തി, അതാണ് ദൈവത്തിന്റെ തേജസ്, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അതനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഉറങ്ങുന്നവനെയല്ല, ഉണർന്ന രാത്രിയുടെ യാമങ്ങളിൽ ചില വിഷയത്തിന് വേണ്ടി ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ആത്മാവ് ഇടപെടുക, നിന്നോട് പോരാടുന്ന, നിന്നോട് വെല്ലുവിളിക്കുന്ന ചില ശത്രുവിന്റെ പദ്ധതികൾ നിങ്ങൾക്കെതിരെ നിൽപ്പുണ്ട്. നിന്നെ മറക്കുന്ന ദൈവസ്വരം ഇന്ന് അഭിഷേകം വരകട്ടെ, അഭിഷേകം വരകട്ടെ. പ്രസംഗം അതിന്റെ താൽക്കാലികമായി ഇങ്ങനെ പയ്യന്റെ സാധിക്കില്ല. ഒന്നേ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ശരീരങ്ങളെ ലഭിക്കുക. ദൈവത്തിന്റെ തേജസ് ഇറങ്ങണേ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങണേ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങണേ. ശത്രുവിനെ കാണാൻ കഴിയാത്ത ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ കഴിയുന്ന ദൈവത്തിന്റെ പേര് സാധിക്കും, ദൈവത്തിന്റെ പേര് സാധിക്കും, ദൈവത്തിന്റെ പേര് സാധിക്കും, ദൈവത്തിന്റെ പേര് സാധിക്കും. അല്പനേരം ആത്മാവ് ശ്രദ്ധിക്കേ, അല്പനേരം ആത്മാവ് ശ്രദ്ധിക്കേ. ചാരിക്കും ദൈവത്തിനുള്ള ദൈവത്തിന്റെ ജയത്തിൽ ശ്രദ്ധമോ നിന്റെ പ്രവർത്തനം നീ കാണുന്ന നേതാക്കളുടെ കാര്യം ദൈവത്തിന്റെ ജയരസം നിന്റെ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സൂക്ഷിക്കപ്പെടുന്നത് പോലെ നിന്നെ തന്റെ ജീവിതം ദൈവം സൂക്ഷിക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നു.
ജനമനം പതിച്ചാലും ജനമനം പതിച്ചാലും അതൊന്നും മതിയോ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവം പറഞ്ഞു അനുസരിക്കുന്നവരെ ദൈവം അടിക്കാൻ വടി വെട്ടിയപ്പോൾ മത്സരിക്കുന്നവരെ ദൈവം അടിക്കാൻ വടി വെട്ടിയപ്പോൾ ദർശനത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ എന്റെ ദൈവം മറയ്ക്കുന്നുണ്ട്. നീ ഏത് നീ ഏത് എല്ലാരും എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ സൂമിൽ എഴുന്നേക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാനല്ല പറഞ്ഞേ. കണ്ണടയ്ക്ക് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കേണ്ടതിന് ഒന്ന് സമർപ്പിച്ചേ. എല്ലാരും ഒന്ന് സമർപ്പിച്ചേ. സ്വോത്രം. ഈ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തിരുന്നിട്ടും അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനുഭവിക്കാത്തവരോട് ഞാൻ പറയാം, തമ്പുരാൻ വാടി വെട്ടിയിട്ടുണ്ട്, ദൈവം നിന്നെ അടിക്കും. തമ്പുരാൻ വാടി വെട്ടിയിട്ടുണ്ട്, ദൈവം നിന്നെ അടിക്കും. ആടി കിട്ടിയാലേ നീ ശരിയാകത്തുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായ നിലയിൽ വെളിപ്പെട്ടു നിൽക്കുക. അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനോഭാവം നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ വിശ്വാസം നടക്കെങ്കിൽ, നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ
ആത്മസന്തോഷം ആനന്ദിപ്പാൻ ആത്മസന്തോഷം ആനന്ദിപ്പാൻ ആത്മമായി ആത്മമായി ദൈവത്തിന്റെ